അതുപോലെ ടോവിന്റെ അടുത്തേക്ക് വരാണ് എമ്പുരാൻ. ഇത്തവണ ഞങ്ങൾ എന്ത് മാസമാണ് പ്രതീക്ഷിക്കേണ്ടത്? ഞാൻ കണ്ടിടത്തോളം അത് ലൂസിഫർ എന്നുള്ള സിനിമയേക്കാൾ വലിയൊരു സിനിമയാണ്. അതിന്റെ വലിപ്പത്തിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു കുറെ അതിനേക്കാൾ കഥാപരമായിട്ടും ഇച്ചിരി ബിഗർ ക്യാൻവാസ് ആണ്. അതിപ്പോ ലൂസിഫർ എന്നുള്ള സിനിമ തീരുന്ന പോയിന്റ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അവിടെ നിന്നാണല്ലോ എമ്പുരാൻ തുടങ്ങുന്നത്. അങ്ങനെ തന്നെയായിരിക്കും. എന്റെ ക്യാരക്ടർ ആണെങ്കിലും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ആ ക്യാരക്ടർ ഉള്ളത്. നല്ല കലക്കൻ ക്യാരക്ടർ ആർക്കാണ്. എനിക്ക് കഴിഞ്ഞ തവണത്തെക്കാളും ഒരു 2-3 ദിവസം എങ്കിലും അല്ലെങ്കിൽ 3-4 ദിവസം കൂടുതൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നുണ്ടാവും ഈ സിനിമ. പക്ഷെ ഞാൻ എപ്പോഴും രാജുവിന്റെ ഡയറക്ഷനിൽ വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര സുഖമാണ്. ഒന്നാമത് പുള്ളിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്, ഭയങ്കര പ്രിസൈസ് ആണ്. അപ്പൊ നമ്മള് പെർഫോമൻസിനെ പറ്റിയിട്ട് നമ്മൾ വേറെ വെറിയേണ്ട കാര്യമില്ല, പുള്ളി നോക്കിക്കോളും. പിന്നെ നല്ല രസമാണ് അങ്ങനത്തെ ഒരു ഭയങ്കര കോൺഫിഡന്റ് ഉള്ള പ്രിസൈസിൽ എന്താ വേണ്ടതെന്നൊക്കെ അറിയാവുന്ന ഒരു ഡയറക്ടർ. പക്ഷെ നമുക്ക് വേറെ കൗതുകം കൂടെ ഉണ്ട്. ഇവിടുത്തെ ഒരു ടോപ്പ് മുൻനിരയിൽ നിൽക്കുന്ന ഒരു ആക്ടറാണ്. ഇത്രയും പടങ്ങൾ ചെയ്തിട്ടുള്ള 100-ലധികം സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ്. ആ എക്സ്പീരിയൻസ് മുഴുവൻ, അതായത് ഇപ്പോ പഴയ ജനറേഷന്റെ ആ ഒരു പ്രിസിഷനും പുതിയ ജനറേഷന്റെ ആ ഒരു പുതിയ ടെക്നോളജിയും ഒക്കെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് സിനിമ എന്ന ഒരു ഡയറക്ടറെ കാണുമ്പോൾ അദ്ദേഹം ഇവിടുത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു നടനും കൂടെ ആകുമ്പോൾ അത് ഭയങ്കര കൗതുകമാണ് വർക്ക് ചെയ്യാനായിട്ട്. അതാണ് എനിക്ക് എമ്പുരാനും ലൂസിഫറൊക്കെ ചെയ്യുന്ന സമയത്ത് എന്റെ ഏറ്റവും വലിയ കൗതുകം അതാണ്. ഇങ്ങനെയായിരിക്കും ഇത് കഴിയുമ്പോൾ ഞാനെന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യും. മറ്റേ ഒരു സുഖാന്ത് ഗോയൽ എന്നുള്ള ആക്ടറൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ചൊരു സീനൊക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിയുമ്പോൾ ഞങ്ങള് ഒരു ഷോട്ട് കഴിയുമ്പോഴത്തേക്കും കട്ട് ഷോട്ട് ഒക്കെ എന്ന് പറയുമ്പോൾ കട്ട് ഷോട്ട് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അത് പ്ലേ ബാക്ക് ഒക്കെ നോക്കിയിട്ടാണ് സാധാരണ നമ്മള് 90% സിനിമകളും അങ്ങനെയാണ്. പക്ഷെ ഇവിടെ കട്ട് ഷോട്ട് ഒക്കെ എന്താ പറയുന്നത്, അതായത് ഷോട്ട് എടുത്തിരുന്ന നെക്സ്റ്റ് ഷോട്ടിന്റെ പ്രിപ്പറേഷനിലേക്കാണ് പോകുന്നത്. ഞാനിങ്ങനെ സുഖാന്തിനോട് പറയും, സുഖാന്ത് കണ്ട അത് ലൂസിഫറിലും അങ്ങനെയായിരുന്നു, പുള്ളി ഭയങ്കര പ്രിപ്പറേഷൻ ആണെന്ന് പറഞ്ഞിട്ട് അടുത്ത ഷോട്ട് എടുക്കണം. കട്ട് ഷോട്ട് ഒക്കെ ബ്രേക്കിന് മുമ്പത്തെ ലാസ്റ്റ് ഷോട്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കി ചേട്ടാ, പുള്ളിക്ക് അതിന്റെ ആവശ്യമില്ല. അതാ ഞാൻ പറയുന്നത്, എന്താണ് എടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അങ്ങനെ ഒരു ധാരണ ഉണ്ടാവുകയും ഒരു രീതിയിലുള്ള കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുകയും ചെയ്താൽ മാത്രമേ എമ്പുരാൻ പോലൊരു സിനിമ ഡയറക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ ആലോചിച്ചു, വേറെ ആര് ചെയ്താൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. കാര്യം ആ ഒരു കമാൻഡിങ് പവറും ഉണ്ടാവണം. ഭയങ്കര കമാൻഡിങ് പവറുള്ള ഡയറക്ടറാണ്. എന്നാൽ അവിടെ സെറ്റിൽ എല്ലാവരും ഹാപ്പി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് പുള്ളിയുടെ ഡയറക്ഷൻ ടീമിന്റെ ആണെങ്കിലും എല്ലാവരുടെയും പുള്ളി അവരെ ടേക്ക് കെയർ ആണൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇവർക്ക് സമയങ്ങളിൽ ഇവർ ഭയങ്കര പണിയെടുക്കുന്നുണ്ട്. കാര്യം വെച്ചാൽ ഗുജറാത്ത് സ്കെഡ്യൂളൊക്കെ അന്ന് നമുക്ക് മഴയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് സമയം. അപ്പോൾ ഇവർക്കും ഒരു വർഷമായിട്ട് ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഫെറ്റീഗ് ഉണ്ടാവില്ല. അതിന് ഇവർക്ക് പാർട്ടി കൊടുക്കുക, ഇവരെ അങ്ങനത്തെ ടേക്ക് കെയർ ചെയ്യുന്ന പരിപാടികളും ഉണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്.